ഹലോ ഫ്രണ്ട്സ്, എസ് എസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ്. അരി എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സാണ് മേടിച്ചത്. നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, വയണയില, ഏലക്ക ഇവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഒരു അരി പോലും വേസ്റ്റ് ചെയ്യാതെ എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2 സ്പൂണ് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇവയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേറെ പാത്രത്തിൽ ആക്കി കുറേശ്ശെ ഇട്ട് അതിലേക്ക് ചോറ് വാരി നല്ല രീതിയിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല വീണ്ടും നമ്മൾ പഴയതുപോലെ കുറേശ്ശെ അണ്ടിപ്പരിപ്പ്, ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് അതിലേക്ക് വീണ്ടും നമ്മൾ ചോറിടുന്നുണ്ട്. വീണ്ടും അടുത്ത ലെയർ ആയിട്ടുണ്ട്. വീണ്ടും പഴയതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വീണ്ടും അതിലേക്ക് നമുക്ക് വീണ്ടും ചോറിടാം. നമ്മൾ വീണ്ടും അടുത്ത ലെയർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ലാസ്റ്റ് നമ്മൾ പൈനാപ്പിൾ ടിന്നാണ് മേടിച്ചത്. നമുക്കിവിടെ പൈനാപ്പിൾ നാട്ടിലതുപോലെ വാങ്ങാനൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതുപോലെ ടിന്നേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ടിന്നാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കഷ്ണങ്ങളായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലെയർ കുറേയൊക്കെ കുത്തി താത്തു വെച്ച്. നമ്മൾ അതിൻ്റെ കാര്യം നേരത്തെ മറന്നുപോയി, പൈനാപ്പിളിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ കുത്തി താത്തു അതിനകത്ത്. അപ്പോൾ നമ്മൾ മീതെല്ലാം സെറ്റ് ചെയ്ത് അതിനകത്ത് പൈനാപ്പിൾ എസൻസ്, പൈനാപ്പിൾ വാങ്ങുമ്പോൾ അതിനകത്ത് തന്നെ ഉള്ള ആ എസൻസാണ് ഇപ്പോൾ വീഴ്ത്തുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമ്മൾക്ക് അതിന് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി ബിരിയാണിയാണ്. വായിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ സൈൻ ഓഫ്.